ചട്ടിയിടാതെ ഉറങ്ങുമ്പോ കൊതുകടിക്കുന്നതായിരുന്നു ഇവന്റെ പരാതി. ആശോ അതല്ല ഞാൻ പറയട്ടെ, എല്ലാ ദിവസവും മുടങ്ങാതെ ക്ലാസ് പോകുന്നുണ്ട്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നീ രാവിലെ സ്കൂൾക്ക് കുളിച്ചൊരുങ്ങി ബാഗും തൂക്കി പോണത്? കഷ്ടപ്പെട്ട് എന്റെ വീട്ടിലിരുന്നാ കാണാലോ ഇതല്ല. നിന്നെ പടച്ചു വിട്ട് രണ്ടാൾക്കാരില്ലേ, അതിൽ ഒരാൾക്കുണ്ടല്ലോ ഈ പറഞ്ഞ സാധനം. നിനക്ക് അവിടെ ഇരുന്ന് കണ്ടാ പോരെ? ഇത്ര കഷ്ടപ്പെട്ട് സ്കൂളിൽ പോകുന്ന എന്തിനാ? അയ്യയ്യേ, അനക്ക് ചോദിച്ചൂടെ ഉമ്മ ഞാൻ ഇന്നതിനാണ് പോണത്, ഈ പറഞ്ഞ കാര്യത്തിനാണ് ഞാൻ സ്കൂളിൽ പോണത്, ഞാൻ എന്തിനാ അവിടം വരെ കഷ്ടപ്പെട്ട് പോണത്, നിങ്ങൾ ഇവിടുന്ന് കാണിച്ചു തന്നാ മതി എന്ന് പറഞ്ഞാ പോരെ? അവിടെ ഇവിടെയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും, ചിലപ്പോ സൈസിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. അത് നീ അഡ്ജസ്റ്റ് ചെയ്യ്. ആ വീട്ടിലിരുന്ന് കാണ്. പെങ്ങളോ ഉമ്മയോ ആരെങ്കിലൊക്കെ ഉണ്ടാവൂലേ, ഇക്രു ബേബി, ആ വീട്ടിലിരുന്ന് കാണടാ. എന്തിനും സ്കൂൾക്ക് ഇത്ര കഷ്ടപ്പെട്ട ടീച്ചറെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്? ടീച്ചർ എന്തായാലും നിനക്ക് അത്രയും സൗകര്യത്തിൽ കാണിച്ചു തരൂലല്ലോ, ഒരു സൈഡൊക്കെ അല്ലേ കാണുള്ളൂ. നിനക്ക് ഏറ്റവും സൗകര്യമുള്ള കാര്യം നിന്റെ വീട്ടിലുണ്ടല്ലോ, അത് തുറന്ന് കാണിച്ചു തരാൻ പറയും. ഉമ്മയോ പെങ്ങളോ എളാപ്പയോ മൂത്താപ്പേ അവരൊക്കെ ഭാര്യമാരോ ആരോടെങ്കിലൊക്കെ കാണിച്ചു തരാൻ പറയും. ഇത്രയും കഷ്ടപ്പെട്ട് സ്കൂൾക്ക് പോകേണ്ട കാര്യമില്ല. സൈസിലുള്ള വ്യത്യാസമല്ല, നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ച്